ബിഗ് ബോസ് സീസൺ 7 മലയാളം. ആദില നൂറയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. എന്താണ് പ്രേക്ഷകരെ ആദില നൂറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമൻറ്റ് വഴി ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ ആദില നൂറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കണ്ടസ്റ്റൻസാണ്. അവിടെ വെച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ആദില നൂറ ഈസ് ദ ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അവരുടെ ഒരു സംസാര രീതി, മറ്റുള്ളവരടുത്തുള്ള ഒരു സംസാര രീതി, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, സംസാരം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് ആർക്കെങ്കിലും, അതായത് നൂറയ്ക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അതിലെങ്ങനെയാണ് നൂറയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അതിലേക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ എങ്ങനെയാണ് നൂറ അതിലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. സത്യം നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട്, അണ്ടർസ്റ്റാൻഡിങ് കണ്ടിട്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ കണ്ടത്, അക്ബറിൻ്റെ റിലേറ്റീവ് വിളിച്ച സമയത്ത് കൺഫെഷൻ റൂമിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിലയും നൂറയോട് സംസാരിക്കുന്നത് കുറയ്ക്കുകയെന്നോ സംസാരിക്കരുതെന്നോ എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരാൾ വഴി ആദിലയും നൂറയും അറിയുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാക്കിയിരിക്കുകയാണ്. അത് ആ ഒരു കണ്ടൻറ്റിനെ പറ്റി ആദിലയും നൂറയും സംസാരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് കണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഭയങ്കര സങ്കടം വന്നുപോയി. നല്ല പിള്ളേരാണ്, അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സത്യം നല്ല കുട്ടികളാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. താങ്ക് യു.